ഹായ് ഗായ്സ്, നമുക്കിന്ന് പുഴമീൻ നന്നായി കഴുകി വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് കറി വെക്കാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പുഴമീനാട്ടോ, ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിച്ചാണ്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കാണിച്ചു തരാം. ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതക്കിയ തക്കാളി, ഇത്രയും സാധനം. 2 തക്കാളിയാണ്, കുറച്ച് തോനെ ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം കേട്ടോ. ഉലുവട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട. ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയുള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് നന്നായി ചെറിയുള്ളി ഇട്ടാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിത് കുരുമുളക് ഇട്ടിട്ടാണ് വറ്റിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം. എരിവിനനുസരിച്ച് ഞങ്ങൾ കുറച്ച് ഇട്ടിട്ട്, ഞാൻ 2 പച്ചമുളക് ഇട്ടുള്ള എരിവ് കുറച്ച് മതി. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ചെറിയുള്ളിയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് വാടി കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഏകദേശം നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം. ശേഷം നന്നായിട്ട് വാടി സെറ്റായി വരുമ്പോൾ ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി രണ്ടും കൂടെ നന്നായിട്ട് വാടി നല്ല വരണ്ട പരുവാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഏകദേശം നമ്മൾ അതിൽ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ വാടി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുരുമുളക് പൊടി ഞാൻ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണൊന്നുമില്ല, എന്നാലും ഒരല്പം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം അതാ റെഡിയായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് വന്നതിൻ്റെ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ 2 കുടംപുളി ഇട്ട് വെച്ച വെള്ളം ഉണ്ടോ, കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് തിളച്ചിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ മീനിനെ അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അതാ നമ്മളെ കറി നന്നായി തിളച്ച് വന്നിട്ട് ഞാനിതാ നന്നായി വെട്ടി കഴുകി വെച്ച മീനുണ്ടല്ലോ, ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പുഴമീനായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ പിടിച്ച അപ്പം തന്നെ നന്നാക്കി വെട്ടി കറി വെച്ചാണ്. അപ്പോൾ ആ പിടിച്ച ടൈം ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് പ്രത്യേകം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, പിടിച്ചു കൊണ്ടുവന്ന് അപ്പോൾ തന്നെ കറി വെച്ച്. അപ്പോൾ അതാ നമ്മളെ കറി ഇത് അവിടെ നിന്ന് സെറ്റായി വരുന്നുണ്ട് ഉണ്ടോ. ആ ചെറിയ ഉള്ളീൻ്റെ ഒരു ടേസ്റ്റും കുരുമുളകൊക്കെ വരുമ്പോൾ നല്ല രസമാട്ടോ കറി കഴിക്കാൻ. അപ്പോൾ നമുക്ക് ചോറുണ്ണാനൊക്കെ ഇത് ധാരാളം. അപ്പോൾ നമ്മളെ കറി ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. തിളച്ച് മീനൊക്കെ വന്ന് അപ്പോൾ അതാ കണ്ടില്ലേ, നല്ലൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.